പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ്. വൃശ്ചിക മാസം 30-ാം തീയതി, അതായത് 2024 ഡിസംബർ 15-ാം തീയതി ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക. ഈ ധനുമാസക്കാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക, ബാധിക്കുക, ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം. ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. താതസ്യ ആത്മപ്രഭാവ. താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി, ആത്മപ്രഭാവം, ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത്. ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു. മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു. മൗഢ്യം ഗതാസ്തേ വിപലാഹ. ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു. സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ. അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ്. സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു. ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല. മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു, അതിന് ബലം വളരെയധികം കുറയുന്നു. നമുക്ക് മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ഈ ഒരു മാസകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ രാശിയുടെ അധിപനാകുന്നു. ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യനാണ് ഇന്നിവിടെ നിൽക്കുന്നത്, 5-ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. 5-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് അത്ര നല്ല ഒരു ഭാവമല്ല. 5-ാം ഭാവം എന്നാൽ പ്രജ്ഞാ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമഭി ചിന്ത്യം. പ്രജ്ഞ തൻ്റെ ബുദ്ധി, പ്രതിഭ ബുദ്ധിയുടെ പൂർണ്ണത, വിവേകശക്തി നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ്, പൂരികമായ പുണ്യങ്ങൾ, മന്ത്രം, മന്ത്രി, മക്കൾ, ഇതൊക്കെ കൊണ്ടാണ്, നല്ല മനസ്സ്, ഇതൊക്കെ കൊണ്ടാണ് 5-ാം ഭാവത്തിൽ നാം ചിന്തിക്കുന്നത്. ഇവിടെ 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സൂര്യൻ മിശ്രഫലത്തെ പ്രദാനം ചെയ്യുന്നു. ഒന്ന്, പ്രതിഭ, ബുദ്ധി വർദ്ധിക്കുന്നു. സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സൂക്ഷ്മമായ ബുദ്ധി പ്രദാനം ചെയ്യിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ധനുരാശിയാണ്, ശില്പബുദ്ധിയാണ്, മെഡിസിൻ ബുദ്ധിയാണ്. അതിനാൽ മെഡിക്കൽ, അതേ രീതിയിൽ എൻജിനീയറിംഗ് ടാലൻ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സ്കോളർഷിപ്പോടുകൂടി വിദേശത്തേക്ക് പോകേണ്ടുന്ന അവസരമുണ്ടാകുന്നു. തങ്ങളുടെ ബുദ്ധിയുടെ പൂർണ്ണത പ്രകടിപ്പിക്കുവാനൊരു വിദ്യാർത്ഥിക്ക് കഴിയുന്നു. അത് വിദ്യാർത്ഥികൾ ഈ ഒരു മാസക്കാലം എഴുതുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ, അസൈൻമെൻറ്റ്സ്, റിസർച്ച് സ്കോളേഴ്സ്, അവർക്ക് അവരുടെ റിസർച്ചിൻ്റെ പൂർണ്ണത ഈ ഒരു മാസക്കാലം ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ ഉന്നതമായൊരു ബുദ്ധി ഇവർക്ക് തങ്ങളുടെ കാര്യത്തിൽ പ്രദാനം ചെയ്യപ്പെടുന്നു. അതിലൂടെ മികവ് പുലർത്തുന്നു, സ്കോളർഷിപ്പ് മുതലായ അംഗീകാരങ്ങൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ ധാരാളം പുരസ്കാരങ്ങൾ, അവാർഡുകൾ, കണ്ടുപിടുത്തത്തിനുള്ള അവാർഡുകൾ തനിക്ക് ലഭിക്കുന്നു. ചെസ്സ് കളിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ക്യാരംസ്, ഭൗതിക തലത്തിൽ ഒക്കെ ചിന്തിക്കേണ്ടുന്നവർക്ക് വളരെ അനുകൂലമായ മാസമാകുന്നു ഈ ഒരു മാസക്കാലം. അസുതോ ധർണവർജിത സ്ത്രികോണ എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത്. അസുത, സന്താനങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും, മക്കൾ തന്നെ ഉപേക്ഷിച്ച് പോവുക, വിട്ടുപോവുക. അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ചില ക്ലേശങ്ങൾ ഈ ഒരു മാസത്തിലുണ്ടാകും. തന്നെ പ്രിയപ്പെട്ട മക്കൾ പഠനത്തിന് പോവുകയാണെങ്കിൽ പലപ്പോഴും മാനസികമായി ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകും. സ്നേഹിച്ച മക്കൾ തന്നെ വിട്ട് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഈ മാസത്തിൽ വളരെയധികം സംജാതമാകുന്നതാണ്. ധനവർജിത എന്ന ഫലം പറയുമ്പോൾ വളരെയധികം ലാഭം പ്രതീക്ഷ ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഗുണം കുറയും, ധനം തന്നെ കൈവിട്ടു പോകും. അതിനാൽ കച്ചവടം, ഷെയർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മറ്റ് ധനപരമായ
ചൂതാട്ടങ്ങൾ, ലാഭം പ്രതീക്ഷ ചെയ്യുന്ന കർമ്മമേഖലയിൽ അത്ര ശോഭനമായ ഒരു സമയം കാണുന്നില്ല. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാകുന്നു. സുതസ്ഥാനകെ പൂർവജാപത്യതാപി. 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പൂർവജ അപത്യതാപി, ആദ്യ സന്താനം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ആദ്യ സന്താനം കാരണം എനിക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഗർഭിണികൾക്ക്, ഗർഭം ധരിച്ച സ്ത്രീകൾക്ക് എബോർഷന് ധാരാളം സാധ്യതകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രഷർ വർദ്ധിച്ച് സമയമാവുന്നതിന് മുമ്പ് പ്രസവിക്കുക, അങ്ങനെ കുട്ടിക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള ധാരാളം സാധ്യതകൾ കാണപ്പെടുന്നു. കുശാഗ്രീയ ബുദ്ധി, അങ്ങേയറ്റം സൂക്ഷ്മമായ ബുദ്ധി പ്രദാനം ചെയ്യും. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. തൻ്റെ ബുദ്ധിയിലൂടെ തനിക്ക് ധാരാളം മേന്മകൾ ഈ ഒരു മാസം ഉണ്ടാകാം. രവോ മന്ത്രവിദ്യ, മാന്ത്രികപരമായ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക്, മന്ത്രവാദം പഠിക്കുന്നവർക്കൊക്കെ ഈ ഒരു മാസം മാന്ത്രിക വിഷയത്തിൽ അങ്ങേയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യപ്പെടുന്നു. രഥോ വഞ്ചനെ സഞ്ചയേപി പ്രമാദി, മറ്റുള്ളവരെ ചതിക്കുവാൻ, വഞ്ചിക്കുവാനുള്ള ബുദ്ധി ഉണ്ടാകുന്നു. അങ്ങനെ ധാരാളം ധനം കൂട്ടിയിടാൻ സഹായിക്കുന്നു, ധനം സ്വായത്തമാക്കാൻ സഹായിക്കുന്നു. അന്യനെ വഞ്ചിച്ചിട്ടാണെങ്കിലും തനിക്ക് ധനം ലഭിക്കണം, അങ്ങനെ ധനം സ്വരൂപിക്കുവാനുള്ള ശ്രമം നടത്തും. അതൊരു നല്ല പ്രവണതയായി നാം ഒരിക്കലും കാണാൻ പാടില്ല. കാരണം അന്യനെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു സ്വത്ത് അല്ലെങ്കിൽ മുതൽ, ഒരു ധനം, അത് പലപ്പോഴും തനിക്ക് അവസാനം അനുഭവിക്കാൻ ഒരിക്കലും ന്യായം കാണാറില്ല. മൃതി ക്രോഡരോഗാദിജ ഭാവനീയ, വയറ്, ഉദരരോഗം കൊണ്ട് മരണം പോലും ചിന്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ചിങ്ങൻ രാശിക്കാർ വളരെയധികം ഉദരരോഗത്തെ ശ്രദ്ധിക്കണം. ഇവിടെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം, സിംഹം രാശിയുടെ ഒരു രോഗം തന്നെ പറഞ്ഞിരിക്കുന്നത് കുക്ഷി അക്ഷിജഹ എന്നാണ്. വയറിൻ്റെയും കണ്ണിൻ്റെയും രോഗമാണ് ചിങ്ങൻ രാശിക്കാർക്ക് പ്രായണം വരാനുള്ളത്. അതിനാൽ വളരെയധികം നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടും ഉദരരോഗങ്ങൾ, വയറ് രോഗവും ശ്രദ്ധിക്കണം. പഴയകാലത്ത് ഏറ്റവും വലിയ രോഗം ഉദരരോഗമായിരുന്നു. അതിനാൽ അൾസർ മുതലായ ഗ്യാസ്ട്രിക്കായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ധാരാളം വന്ന് വയറ് സംബന്ധമായ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം. ഇവിടെ പരിഹാരമായി ശിവക്ഷേത്ര ദർശനം ഞാൻ സൂചിപ്പിച്ചു, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കർഗഹോമം വഴിപാടായി ചെയ്യുക. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടായി ചെയ്യുക. ഇത് മന്ത്രസ്ഥാനമാണ്. അതിനാൽ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് അങ്ങേയധികം ഗുണകരമാവട്ടെ. ആദിത്യ ഹൃദയ മന്ത്രവും ജപിക്കുക. ഈ ഒരു മാസക്കാലം മന്ത്രത്തിലൂടെ തനിക്ക് ഗുണം വരും. പൂർവികമായ പുണ്യവും പാപവും ചിന്തിക്കുന്നത് 5-ാം ഭാവത്തിലാണ്. അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തി എപ്പോഴും ശിവനുമായി മാനസികമായും സ്പിരിച്വൽ, ആത്മീയപരമായുമുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുക. ശിവനെ സന്തോഷിപ്പിച്ചാൽ എല്ലാം ലഭിക്കും. കാരണം സംഹാരമൂർത്തിയാണ് ശിവൻ. ആ സംഹാരമൂർത്തിയെ ജപിച്ച് ജപിച്ച് നമുക്ക് വശ്യമാക്കുന്ന രീതിയിൽ നാം കർമ്മങ്ങൾ ചെയ്യുക. അതിലൂടെ പുണ്യങ്ങൾ ലഭിക്കട്ടെ. എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ ഒരു നല്ല മാസത്തെ പ്രാർത്ഥിക്കുന്നു.